ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോകുന്നുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട്. കുറേ നാളത്തെ നമ്മുടെ ആഗ്രഹമാണ്, വർഷങ്ങൾ കൊണ്ടുള്ള ആഗ്രഹമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. ഹായ് പറ. നമ്മൾ എവിടെ പോകണം എന്ന് പറഞ്ഞത്? സുന്ദരിയായിട്ട് എവിടെ പോകണം നമ്മൾ എൻ്റെ സ്വന്തം വീട്ടിലോട്ട് അരുവിക്കരോട്ടാണ് പോകുന്നത്. ഇന്ന് വീടിൻ്റെ പാലുകാച്ചും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് നാളിന് ശേഷം ബസ്സിലാണ് യാത്ര ഫാമിലിയായിട്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പാലുകാച്ചും പ്രാർത്ഥനയും കാര്യങ്ങളും കണ്ടാലോ. സത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ അവൻ യഹോവയുടെ വിത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. സൈനികൾ യഹോവ തന്നെ ചെയ്തതിനൊപ്പമായി കൂടുണ്ടായിരുന്നു. കുടുംബാംഗങ്ങളെയും ഒരുക്കി വളരെ സന്തോഷത്തോടുകൂടെ ഈ ഭവനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ പിന്നാലെ യേശു ക്രിസ്തുവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ഭവനത്തെ ദൈവനാമമഹത്വത്തിനായിട്ട് പ്രതിഷ്ഠിക്കുകയും ഇതിന്റെ വാതിൽ തുറക്കുകയും ചെയ്യുന്നു. ഈ ഭവനത്തിൽ പാർക്കുന്ന എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ, ഹല്ലേലൂയ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. എല്ലാ നല്ല ദാനങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ഉറവിടവും ദാതാവുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഏർപ്പെട്ടിരിക്കുന്ന ഈ ഭവനത്തെ തിരുസന്നിധി നല്ല ദൈവം, എന്നെ മക്കളൊരു ഭവനം പണിയുന്നതിനെ കുറിച്ച് ആഗ്രഹിച്ച നാൾ മുതൽ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹത്തോടെ മാനിക്കുകയും അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഉചിതമായ തീരുമാനം കൈക്കൊള്ളാനും ആ തീരുമാനപ്രകാരം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ഭവനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കാനും സഹായിച്ചതായി ഭവനത്തിന്റെ പണികൾ കർത്താവെ അവിടുന്ന് തീരുമാനങ്ങൾക്കായും തക്ക സമയത്തിൽ ആശ്രയിച്ച കൃപ നിന്റെ മക്കൾ സഹായിച്ചു. ഇവിടെ ഈ ഭവനത്തിന്റെ പണികളെ പൂർത്തീകരിക്കാൻ നിന്റെ മക്കൾക്ക് നീ സഹായിച്ചുവല്ലോ. ഇന്നു മുതൽ കർത്താവിന്റെ മക്കൾ ഈ ഭവനത്തിൽ പാർത്തുകൊണ്ട് ജീവിതങ്ങളെ അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിലെ അവനരികിൽ വരുവിൻ, വഴിയും ആശ്വാസമേകുകയവൻ. ചുമടൊടിച്ചവൻ മഴയും മഞ്ഞും പെയ്യും കൃപ പൊഴിയുമേ. മേഘത്തോടിൽ നിന്നു പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. മഹാപരിശുദ്ധനാകുന്ന ഞങ്ങളുടെ ജീവിക്കുവാൻ പ്രിയമുള്ളവരെ സഹായിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവെ പ്രിയം ആരാധിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കുന്ന സഭയുടെ കൂട്ടായ്മകളോട് ചേർന്ന് പിതാവേ, ഈ സ്ഥാനത്ത് പരിശുദ്ധ കർത്താവേ, ഈ സ്ഥലത്തിന് ആവശ്യത്തിന് വേണ്ടിയാണോ ഈ സ്ഥലം ഉപയോഗിക്കുന്നത്? എല്ലാത്തിലും പിതാവിന്റെയും പുത്രന്റെയും വഴിയും ആശ്വാസമേകുകയവൻ. ചുമടൊഴിച്ചവൻ മഴയും മഞ്ഞും പെയ്യുമ്പോൾ കൃപ പൊഴിയുമേ. മേഘത്തോടിൽ നിന്നു പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവ.
നമ്മൾ ഈ അടുക്കളയിൽ വന്ന് പ്രാർത്ഥിച്ച ശേഷം ഹാളിൽ പോയി ആശീർവാദം പറഞ്ഞ് വീണ്ടും വന്ന് അടുപ്പിൽ തീ കത്തിക്കുകയാണ്. ആ വീട്ടിലെ അംഗങ്ങളെല്ലാവരുടെ കയ്യിൽ ഒരു മെഴുകുതിരി കത്തിച്ചതുണ്ടായിരുന്നു. അതിൽ കുടുംബനാഥൻ്റെ കയ്യിലിരുന്ന മെഴുകുതിരി എന്നാണ് നമ്മൾ പാല് കാച്ചലിനുള്ള അടുപ്പ് കത്തിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഈ അടുപ്പിൽ കത്തിയതിന് ശേഷം അണയാതെ വേണം പാല് കാച്ചിയെടുക്കാൻ. നമ്മൾ സാധാരണ പാല് കാച്ചുന്ന സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയണ നേരം കൊണ്ട് ഇതിൽ പാല് തിളച്ച് പൊങ്ങുമെന്ന്. ഇത് നല്ല പാടായിരുന്നു, കാരണം കലം പുതിയതായതുകൊണ്ട് ചൂടാവാൻ ഇത്തിരി സമയമെടുത്തു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അങ്ങനെ നമ്മുടെ വീടിൻ്റെ പാല് കാച്ചൽ അതിഗംഭീരമായി നടന്നു. ദൈവസഹായത്തോടെ കാലാവസ്ഥയൊക്കെ അനുകൂലമായിരുന്നു. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലോണ് കിട്ടിയതാണ് കേട്ടോ, ലൈഫിൻ്റെ പദ്ധതിയിലൂടെ. 7 ലക്ഷം രൂപ കടമുണ്ട്. ഹാളും മൊത്തവും മഴ പെയ്യുന്ന സമയത്ത് നനയുമായിരുന്നു. ഇപ്പം അതെല്ലാം മാറി. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും. മറ്റൊരു വീഡിയോ കാണാം. ബൈ.